നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇറ്റാലിയൻ ലീഗിൽ AC മിലാനും ഉഡിനീസിയും തമ്മിൽ നടന്ന മത്സരത്തിൽ വിജയം നേടാൻ AC മിലാന് കഴിഞ്ഞിരുന്നു. 2-3 ഗോളുകൾക്കായിരുന്നു AC മിലാൻ വിജയം സ്വന്തമാക്കിയിരുന്നത്. ഉഡിനീസിയുടെ മൈതാനത്ത് വെച്ചുകൊണ്ടായിരുന്നു ഈ മത്സരം നടന്നിരുന്നത്. എന്നാൽ ഈ മത്സരത്തിനിടയിൽ കുറച്ച് സമയം മത്സരം നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിരുന്നു. എന്തെന്നാൽ ഉഡിനീസി ആരാധകരിൽ നിന്നും മിലാന്റെ ഫ്രഞ്ച് ഗോൾ കീപ്പറായ മൈക്ക് മൈഗ്നന് വംശീയമായ അധിക്ഷേപങ്ങൾ നേരിടേണ്ടി വരികയായിരുന്നു. കുരങ്ങന്റെ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടായിരുന്നു എതിർ ആരാധകർ അദ്ദേഹത്തെ അധിക്ഷേപിച്ചിരുന്നത്. ഇതേ തുടർന്ന് അദ്ദേഹം മത്സരത്തിനിടക്ക് കളം വിടുകയായിരുന്നു. തുടർന്ന് മൈക്ക് മൈഗ്നൻ തിരിച്ചു വന്നതിന് ശേഷമാണ് മത്സരം പുനരാരംഭിച്ചത്. ഈ വംശീയാധിക്ഷേപങ്ങൾക്കെതിരെ വലിയ രൂപത്തിലുള്ള പ്രതിഷേധം ഉയർത്തുകയാണ് ഈ ഗോൾ കീപ്പർ ചെയ്തിട്ടുള്ളത്. കടുത്ത നടപടികൾ കുറ്റക്കാർക്കെതിരെ സ്വീകരിക്കണമെന്ന് മൈഗ്നൻ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷെ ഈ ആവശ്യം ഇറ്റാലിയൻ ലീഗ് അധികൃതർ പരിഗണിച്ചില്ല എന്ന് വേണം പറയാൻ. കാരണം കുറ്റക്കാർക്കെതിരെ കടുത്ത നടപടികൾ ഒന്നും ഉണ്ടായിട്ടില്ല. മറിച്ച് ഉഡിനീസിക്ക് ഒരു ശിക്ഷ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. അതായത് ഒരു മത്സരത്തിൽ കാണികളെ പ്രവേശിപ്പിക്കാനുള്ള അനുമതി ഇവർക്കില്ല. അടച്ചിട്ട സ്റ്റേഡിയത്തിൽ ഉഡിനീസി ഒരു മത്സരം കളിക്കേണ്ടി വന്നേക്കും. ഫെബ്രുവരി 3 മോൺസക്കെതിരെ ഉഡിനീസി ഒരു മത്സരം ഇറ്റാലിയൻ ലീഗിൽ കളിക്കുന്നുണ്ട്. സ്വന്തം മൈതാനത്താണ് ആ മത്സരം നടക്കുക. ആ മത്സരത്തിലായിരിക്കും അടച്ചിട്ട സ്റ്റേഡിയത്തിൽ ഉഡിനീസി കളിക്കുക എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഏതായാലും ഫുട്ബോൾ ലോകത്ത് നിന്നും ഈ ഒരു ഗോൾ കീപ്പർക്ക് വലിയ രൂപത്തിലുള്ള പിന്തുണയാണ് ലഭിച്ചിരുന്നത്. കിലിയൻ എംബപ്പയും വിനീഷ്യസ് ജൂനിയറും ഒക്കെ പരസ്യമായി ഇദ്ദേഹത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.